ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഈ സൈഡ് ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേണ്ട, അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കറിക്കടലയാണ്. കറിക്കടല നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്, അതായത് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ചിക്കി പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതപ്പോൾ അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. തേങ്ങാക്കൊത്ത് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ 2 ഏലക്കായയും 3 ഗ്രാമ്പുവും 1 കഷ്ണം കറുവാപ്പട്ടയും 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി അരിഞ്ഞെടുത്തിട്ട് അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഇഞ്ചി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അരിഞ്ഞതും 5 ചെറിയുള്ളി അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന സ്പൈസസും അതോടൊപ്പം തന്നെ 2 വറ്റൽ മുളകും 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത്രയും നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. നമുക്ക് ഈ വറുത്തെടുത്തിട്ടുള്ള ഇത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തോടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ അരമുറിയുടെ പകുതി ഭാഗമാണ് തേങ്ങാക്കൊത്താക്കി എടുത്തിരിക്കുന്നത്. എന്താ തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് ചൂടായിട്ട്, നന്നായിട്ട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വറുത്ത് വന്നാൽ നമുക്കത് കോരി മാറ്റിയെടുക്കാം. ഇതാ അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ആ കോഴിമുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചിട്ട് വെക്കണം. കോഴിമുട്ടയിൽ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കോഴിമുട്ടയൊക്കെ ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളി അരിഞ്ഞതൊക്കെ ചേർത്ത് വഴറ്റിയ ശേഷം നമ്മുടെ വെല്ലുള്ളി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരുന്നതാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1/2 കഷ്ണം തക്കാളി മുറിച്ച് വെച്ചതുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളവും ചേർത്ത് കൊടുത്ത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട്, ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അതിനുശേഷം നമ്മളിതാ അവിടെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മസാല, അത് പൊടിച്ചതാണിത്. ആ പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയും അതുപോലെ മുളകും സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് ഉള്ളി നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല നമ്മൾ വേവിച്ച് വെച്ചതാണ്, എന്നാലും നമ്മുടെ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് തന്നെ വാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരടപ്പ് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കടല മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കടലക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് കടലയൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക.
നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.